ഇതിപ്പോൾ ചിറയൻകീഴ് ബ്ലോക്കിൻ്റെ കീഴിലുള്ള മുതാക്കൽ പഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ സർവേ ഡേറ്റ എടുത്തിരിക്കുന്നത്. ഇതിൽ റോഡ് സർവേ ക്ലിക്ക് ചെയ്യുക. അതിൽ ഗൂഗിൾ സ്ട്രീറ്റ്സ് എടുക്കുക. PWD റോഡ്സും LSG ബൗണ്ടറിയും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും എന്ന് പറയുന്ന മുതാക്കൽ പഞ്ചായത്തിന് കീഴിലുള്ള റോഡ്സാണ്. അവർ സർവേ ചെയ്ത എല്ലാ റോഡ്സും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ LSGD ബൗണ്ടറി ഒന്ന് അൺചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ റോഡ്സ് ക്ലിക്ക് ചെയ്ത് നോക്കാൻ. കറക്റ്റായിട്ട് ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇത് ആ പർട്ടിക്കുലർ റോഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി ആ പഞ്ചായത്തിലുള്ള എല്ലാ മേജർ റോഡ്സും സർവേ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മേജർ റോഡ് ട്രാക്ക് ചെയ്തതായിട്ട് കാണുന്നില്ല. അത് PWD റോഡ് ആണെങ്കിൽ കൂടി കണക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സർവേ ചെയ്ത് ഓണർഷിപ്പ് PWD എന്ന് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഗ്രേ ലൈൻ കാണിക്കുന്നതെല്ലാം ഗൂഗിൾ സ്ട്രീറ്റ്സിൻ്റെ ഹെൽപ്പോട് കിട്ടുന്ന ലൈൻസാണ്, റോഡ്സിൻ്റെ ആണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പ്ലോട്ട്സിലേക്കോ പോകുന്ന റോഡ്സും വിസിബിളായിട്ട് ഗൂഗിൾ സ്ട്രീറ്റ്സ് കാണിക്കും. അത് സർവേ ചെയ്യണം. പ്രൈവറ്റ് റോഡ് ആണെങ്കിൽ സർവേ ചെയ്യണം എന്നില്ല. അല്ലാത്ത മേജർ റോഡ്സ് എല്ലാം തന്നെ ലോക്കൽ ഗ്രാമപഞ്ചായത്തിൽ സർവേ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഏതെങ്കിലും റോഡ്സിൽ ഡബിൾ ലൈൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് 2 തവണ സർവേ ചെയ്തത് കൊണ്ടായിരിക്കാം. അത് മാർക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറുന്നതാണ്. ഉടനെ തന്നെ മാറുകയില്ല. ഇൻ്റഗ്രേഷൻ വരുന്ന സമയത്ത് മാത്രമേ അത് മാറുകയുള്ളൂ. സിക്സാഗ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് റോഡ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലെങ്ത് കറക്റ്റ് ആണെങ്കിൽ അതിൽ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. വെരിഫിക്കേഷനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു പഞ്ചായത്തിൻ്റെ ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ഓരോ പഞ്ചായത്തിൻ്റെയും ഡീറ്റെയിൽസ് എടുത്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്.